ചൊല്ലിടണം കനകസ്പർശമുള്ള വാക്കുകൾ കൊണ്ട് വിശ്വാസി ഹൃദയത്തെ നൈതികതയുടെ അനന്തവിഹായസിലേക്ക് ആനയിക്കുന്ന പ്രഭാഷകൻ. തന്റെ സരളവും സരസവുമായ ശൈലി കൊണ്ട് അനുവാചക ഹൃദയങ്ങളുടെ ഇഷ്ടപ്രഭാഷകനായി മാറിയ അനസ് അമാനി പുഷ്പഗിരിയുടെ ദഅ്വാ പ്രഭാഷണം. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF മുക്കോട് യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വിവിധ ഉന്നത മതകലാലയങ്ങളിൽ നിന്നും സനദ് കരസ്ഥമാക്കി കർമ്മപദത്തിലേക്ക് ചുവടുവെക്കുന്ന യുവ പണ്ഡിതന്മാരെ ആദരിക്കലും മതപ്രഭാഷണവും ഇന്ന് ചൊവ്വാഴ്ച രാത്രി 7 മണിക്ക് മുക്കൂട് അബൂ ഹുറൈറ ക്യാമ്പസിൽ വെച്ച് പ്രൗഢമാകുന്നു. സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും പാതയിലൂടെ വിജ്ഞാനത്തിന്റെ വെളിച്ചം നേടിയെടുത്ത ആ യുവ പ്രതിഭകളെ ആദരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ദാഹം ശമിപ്പിക്കാനായി കേരളത്തിലെ ശ്രദ്ധേയനായ പ്രഭാഷകൻ അനസ് അമാനി പുഷ്പഗിരി യുവത്വം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന വിഷയത്തിൽ ദഅ്വാ പ്രഭാഷണം നടത്തുന്നു. അക്ഷരങ്ങൾ കൊണ്ട് സ്നേഹത്തിന്റെ ഗോപുരം പണിയുന്ന ഈ വിജ്ഞാന സദസ്സിൽ പങ്കാളികളായി സയ്യിദ് ജാഫർ സ്വാദിഖ് അഹ്സനി അൽ ഹൈദ്രൂസി പുത്തൻതെരു തങ്ങളുടെ പ്രാർത്ഥനയിലും കൂടി ഹൃദയങ്ങളിൽ ആത്മീയതയുടെ കുളിർമ നിറയ്ക്കാൻ നിങ്ങളേവരെയും സ്നേഹപുരസ്സരം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മുക്കൂട് അബൂ ഹുറൈറ ക്യാമ്പസിലേക്ക് ആനയിക്കുന്ന പ്രഭാഷകൻ. തന്റെ സരളവും സരസവുമായ ശൈലി കൊണ്ട് അനുവാചക ഹൃദയങ്ങളുടെ ഇഷ്ടപ്രഭാഷകനായി മാറിയ അനസ് അമാനി പുഷ്പഗിരിയുടെ ദഅ്വാ പ്രഭാഷണം. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF മുക്കോട് യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വിവിധ ഉന്നത മതകലാലയങ്ങളിൽ നിന്നും സനദ് കരസ്ഥമാക്കി കർമ്മപദത്തിലേക്ക് ചുവടുവെക്കുന്ന യുവ പണ്ഡിതന്മാരെ ആദരിക്കലും മതപ്രഭാഷണവും ഇന്ന് ചൊവ്വാഴ്ച രാത്രി 7 മണിക്ക് മുക്കൂട് അബൂ ഹുറൈറ ക്യാമ്പസിൽ വെച്ച് പ്രൗഢമാകുന്നു. സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും പാതയിലൂടെ വിജ്ഞാനത്തിന്റെ വെളിച്ചം നേടിയെടുത്ത ആ യുവ പ്രതിഭകളെ ആദരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ദാഹം ശമിപ്പിക്കാനായി കേരളത്തിലെ ശ്രദ്ധേയനായ പ്രഭാഷകൻ അനസ് അമാനി പുഷ്പഗിരി യുവത്വം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന വിഷയത്തിൽ ദഅ്വാ പ്രഭാഷണം നടത്തുന്നു. അക്ഷരങ്ങൾ കൊണ്ട് സ്നേഹത്തിന്റെ ഗോപുരം പണിയും